പ്രിയരെ, ഒരമ്മയുടെ വേദന, ഹൃദയം നിറങ്ങുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് പോവാതെ അങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തേ, നീ എവിടെ പോയടാ? നീ ഇല്ലാതെ എങ്ങനെ അമ്മ ജീവിക്കും? അമ്മയെ കൂടി കൊണ്ടുപോടാ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ചെറുപ്പക്കാരൻ ദീപക് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സംഭവം, അതിൻ്റെ കാരണങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ക്രൂരതയുടെ അങ്ങേ അറ്റം ആയിപ്പോയി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം. നിരവധിയായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സ്ഥിരമായിട്ട് ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. അതിന് മുന്നേ ഒരു പെൺകുട്ടി അയാളെ കുറിച്ചിട്ട് പറഞ്ഞ ചില നല്ല കാര്യങ്ങളും നമ്മൾ കേട്ടതാണ്. ഇവർ മനഃപൂർവ്വം വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് ഒരു ക്യാമറയും പൊക്കിക്കൊണ്ട് പോയ സന്ദർഭത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയുടെ മേൽ ഇയാളെ കൈ തട്ടി. വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ആളെ അറിയാതെ തട്ടിയതാണ്. അതിനെ വെച്ചുകൊണ്ട് ഈ സ്ത്രീ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. മാനഹാനി സഹിക്കവയ്യാതെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിപ്പിച്ചു. ഇത് നമ്മളാരും വെറുതെ ഇരിക്കരുത്. ചില വ്ളോഗർമാരുടെ ഇത്തരത്തിലുള്ള ചില കുബുദ്ധി, അല്ലെങ്കിൽ വീഡിയോക്ക് റീച്ച് കൂടിയിട്ട് അതിൽ നിന്ന് റവന്യൂ മാത്രം മനസ്സിലാക്കിയിട്ട് എന്ത് തെമ്മാടിത്തരം ചെയ്യാമെന്നും പറഞ്ഞ് ക്യാമറയും പൊയ്ക്കൊണ്ട് ഇറങ്ങിയിരിക്കണം. ഇവരുടെ അക്കൗണ്ടൊക്കെ പൂട്ടിയിട്ടാണുള്ളത്. അതിലൊന്നും നല്ലൊരു വീഡിയോസൊന്നും കാണാനില്ല. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തോടെ ഫോളോവേഴ്സും റീച്ചും നല്ല പോലെ കൂടി. ഇതിൽ നിന്ന് ഇവർ ആഗ്രഹിക്കുന്ന റീച്ചും റവന്യൂ മാത്രമാണ്. വേറെ വല്ല പണിക്കും പോയിക്കൂടെ നിനക്കൊക്കെ? ഒരു കാലം ഇവിടെ കണക്ക് കഥ പോയിട്ടില്ല. ചിലപ്പോൾ നിയമം നിന്നെ വെറുതെ വിട്ടേക്കാം. ദീപക്കൊന്നും എഴുതി വച്ചിട്ടില്ല. ഇത് പ്രചരിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ പ്രചരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സാധനമാണിത്. അപ്പോൾ എത്ര പേരിത് വിശ്വസിക്കും തന്നെ? തൻ്റെ കുടുംബം ഇതറിയുമ്പോൾ ഇത്ര കാലം ഞാൻ കാത്തു സൂക്ഷിച്ച ആ ഒരു നല്ല സ്വഭാവം മറ്റുള്ളവർ അത് മോശമായിട്ട് ചിത്രീകരിക്കുമോ? ഇതിനൊന്ന് ഫേസ് ചെയ്യാനുള്ളൊരു ത്രാണിയും തൻ്റെ ഇടം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഇവളെ ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ, ജനങ്ങളുടെ മനസ്സിൽ നിനക്ക് മാപ്പില്ല. ഇതിൻ്റെ ഫലം നീ അനുഭവിച്ചേ മതിയാവൂ. ദൈവം എന്നൊരു ശക്തി ഇവിടെയുണ്ട്. ഒരു കാലം ഇവിടെ കണക്ക് തീർക്കാണ്ട് പോയിട്ടില്ല. സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമപരിരക്ഷ ഇതൊക്കെ ഇവർ മിസ്യൂസ് ചെയ്യണം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പരസ്പരം ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതൊക്കെ സ്വാഭാവികമാണ്. അതെല്ലാം ഇങ്ങനെ മനഃപൂർവ്വമാണെന്ന് കരുതി വെച്ചിട്ട് ഒരു ക്യാമറയും പൊക്കിക്കൊണ്ട് ചെന്നിട്ട് ഇതെടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുക. അതുമായി ഉണ്ടാക്കുന്ന ഭവിഷ്യത്തൊന്നും നീ ആലോചിക്കുന്നില്ല. നിനക്ക് വേണ്ടത് പണം മാത്രമാണ്. പണം ഉണ്ടാക്കാൻ വേറെ പല പണിയുണ്ട്. അതിന് പോയിക്കൂടെ? ഇതിന് എന്ത് പേര് കൊണ്ട് സംബോധന ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ എനിക്ക് യുവാക്കളോടും യുവതികളോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് നിങ്ങൾ ആത്മഹത്യ എന്നുള്ള ഈ ഒരു കൊടും ക്രൂരതയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. മനുഷ്യന് തെറ്റ് പറ്റാം, അബദ്ധം പറ്റാം, അത് തിരുത്തുക. അല്ലാതെ നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് ഇതുപോലെ കുടുംബത്തെ അനാഥമാക്കരുത്. ആ കരച്ചിലും കണ്ണീരും കാണാനും കേൾക്കാനും വയ്യാത്തത് കൊണ്ടാണ്. ദയവ് ചെയ്ത് ഇത് നിങ്ങൾ ചെയ്യരുത്. കാരണം ഇന്ന് ഒറിജിനലെ വെല്ലുന്ന തരത്തിലുള്ള എഡിറ്റ് ചെയ്തിട്ട് ആക്കാൻ പറ്റിയ ആപ്പുകൾ നിലവിലുള്ളൊരു കാലഘട്ടമാണ്. പലതും അതുപോലെ ചെയ്ത് പബ്ലിക്കിൽ വരാം. അത് കാണുമ്പോൾ നിങ്ങൾ ഇതെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യല്ലേ. ഇത്തരത്തിൽ ദുരന്തം ഇനി കേരളത്തിൽ വിതയ്ക്കല്ലേ. അതുപോലെ തന്നെ ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പരമാവധി എല്ലാവരും ശ്രമിക്കണം. അതിനുവേണ്ടി പോരാടണം. നമ്മുടെ മൂക്കിൻ്റെ താഴെ വന്ന് ബോംബ് പൊട്ടിയാൽ മാത്രമേ കണ്ണു തുറക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതെല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യാവുന്ന ആളുകളാണ്. അറിയാണ്ട് നമ്മുടെ കൈയൊന്നും തട്ടി അതിനിങ്ങനെ കാത്തിരിക്കുക. ഒരു ക്യാമറയും പൊക്കിക്കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞിട്ട് വന്ന് കൊത്തിയെന്ന് മനസ്സിലാകുമ്പോൾ മാക്സിമം വീഡിയോ എടുത്ത് എഡിറ്റും ചെയ്തിട്ട് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുക. ഇതത്ര ശരിയുള്ള കാര്യങ്ങളല്ല. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കുക. അല്ലെങ്കിൽ ശക്തമായി നമ്മൾ സമരരംഗത്തേക്ക് ഇറങ്ങുക തന്നെ വേണ്ടി വരും. പാവപ്പെട്ട
ജീവൻ പൊലിഞ്ഞ ദീപകിനോടുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട്, ആ കുടുംബത്തിനോടുള്ളൊരു ഉത്തരവാദിത്തമായിട്ട് നമ്മളിത് ഏറ്റെടുക്കണം. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് മതമാവട്ടെ, തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്യുക വേണം. ഇപ്പോൾ അവിടെ നിന്ന് മുങ്ങി എന്നാണ് പറയണത്. അക്കൗണ്ടൊക്കെ ഓഫ് ചെയ്തിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവിടെ നിന്ന് മുങ്ങി എന്നാണ് പറയുന്നത്. എവിടെ ആയിക്കഴിഞ്ഞാലും നിയമപരമായിട്ട് രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നീ കരുതിയിരുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഹായ്.